ഹലോ മൈ ഡിയേഴ്സ്, എത്ര ദിവസമായല്ലേ നമ്മൾ കണ്ടിട്ട്? കുറേ ദിവസമായി. ഞാൻ വീഡിയോസൊക്കെ എടുത്ത് ഏകദേശം ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ ചെറിയ മടിയൊക്കെ ആയപ്പോൾ പിന്നെ വീഡിയോ പിടിച്ചില്ല. കാരണം നമ്മൾ പോകുന്ന പുറകെല്ലാം ഈ സ്റ്റാൻഡ് എടുത്തിട്ട് പോകണ്ടേ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ മടിയാവും കേട്ടോ. അപ്പം ഞാൻ പിന്നെ എടുത്തില്ല. ഇപ്പം ഞാൻ ഓർത്ത് എന്തായാലും കുറച്ച് ദിവസമായില്ലേ, ഇന്ന് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാനും പിള്ളേരൊക്കെ ഒന്ന് പുറത്തേക്ക് പോകാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് പ്ലാൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയൊന്നുമില്ല. രാവിലെ ഉപ്പുമാവും മുട്ടക്കറിയായിരുന്നു കേട്ടോ കഴിച്ചത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞങ്ങൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെൻ്റെ വീടിൻ്റെ എന്താ പറയുക, മുറ്റത്തിൻ്റെ സൈഡിലുള്ള ആകെ ഉള്ള പച്ചപ്പ് കേട്ടോ. ഇത് തക്കാളി തന്നെ ഉണ്ടായി വന്നതാണ്, പക്ഷെ നിറച്ചും തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ. അതുപോലെ 2-3 കൊല അപ്പുറത്തും ഉണ്ട് കേട്ടോ. പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ നിറച്ച് നിൽക്കുന്നതുകൊണ്ട് വേറെ അങ്ങനെ തക്കാളിയൊന്നും കാണാൻ പറ്റുന്നില്ല. അതുപോലെ പപ്പായയുടെ മരമുണ്ട്. അതൊരു കാന്താരി മുളകിൻ്റെ തയ്യ. പിന്നെ ഇതെന്നാ സാധനം എന്ന് എനിക്കറിയത്തില്ല. ഇത് കക്കിരിയുടെ വള്ളിയാണോ അതങ്ങോട്ട് വന്നു തോന്നുന്നു. പിന്നെ ഇതെൻ്റെ കറിവേപ്പ് കേട്ടോ, എൻ്റെ സുന്ദരൻ കറിവേപ്പ്. വീട്ടിൽ നിന്ന് അച്ഛൻ കൊണ്ട് നട്ട് വെച്ച് തന്ന. എന്തായാലും നല്ല അടിപൊളിയായിട്ട് പിടിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ ആവശ്യത്തിന് എടുത്തോണ്ട് പോകും കേട്ടോ. ശരിക്കും തൈക്കരിയാപ്പേന്ന് എടുക്കരുതെന്നല്ല പറയുന്നത്. പിന്നെ അവിടെ നിൽക്കുന്ന വാടാർമുല്ലയൊക്കെ കണ്ടോ, അതെല്ലാം ഉണ്ടല്ലോ. കഴിഞ്ഞ ഓണത്തിന് പൂക്കളിട്ടതിൻ്റെ അതിൽ നിന്ന് ഉണ്ടായി വന്ന ചെടികളത് നിറച്ചും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ താറാവെല്ലാം കൊത്തി തിന്നിട്ട് ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പം താറാവെല്ലാം പച്ചപ്പ് തിന്നും. ഇനിയിപ്പോൾ പാഷൻ ഫ്രൂട്ടുള്ളൂ ഇനിയിപ്പോൾ അവർ തിന്നാനുള്ളത്. ബാക്കിയെല്ലാം അവർ കൊത്തി തിന്നും കേട്ടോ. ഇവിടം വരെ വന്നപ്പോഴേക്കും പൂച്ച അടുക്കളയിൽ കയറി. പിന്നെ ഇനിയിപ്പോൾ ഞാനൊരു ഓട്ടം ഓടി, ബാക്കിയൊന്നും പിടിക്കാൻ പറ്റിയില്ല. ദിവസം ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ വീടിൻ്റെ ചുറ്റിനും ദിവസം കാണിച്ചു തരാം കേട്ടോ. പാഷൻ ഫ്രൂട്ട് നിറച്ചുമായി വരുന്നുണ്ട്, പക്ഷെ അധികം കാ കുറവാണ്. എന്നാലും വള്ളിയൊക്കെ വല്ല അടിപൊളിയായിട്ട് ഇതായി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനൊന്ന് നല്ലോണം പിടിക്കാമെന്നൊക്കെ വിചാരിച്ച മുറ്റത്തെ സൈഡൊക്കെ ഒന്ന് പിടിച്ച് പാഷൻ ഫ്രൂട്ടൊക്കെ നല്ല കാണിക്കാമെന്ന് തിരിച്ച് പോയപ്പോഴേക്കും ചിക്കൻ ഉണ്ടായിരുന്നല്ലോ. പൂച്ച ചാടി ഉള്ളിൽ കയറി. അപ്പോഴേക്കും ഞാൻ വേഗം അതോടെ നിർത്തിയിട്ട് ഓടി ഇങ്ങോട്ടേക്ക് വന്നു. കുറച്ച് ചിക്കൻ എടുത്ത് പൊരിക്കുകയും ചെയ്യാം, ബാക്കി കറിയും വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഈ ഭക്ഷണം കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടി. ഉച്ച കഴിയുമ്പം പോകാമെന്നാണ് വിചാരിച്ചത്. ചേട്ടായില്ല, ഞാനും പിള്ളേരും കൂടി. കുറേ നാളായി പിള്ളേരൊക്കെ ഒന്ന് എവിടെയെങ്കിലും പോയിട്ടൊന്ന് കളിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനൊരു അവൻ്റെ പയ്യന്നൂർ മാളിൽ പോയിട്ട് അവിടെ ഗെയിമിംഗ് സെക്ഷനുണ്ട് ഏറ്റവും മേളിൽ, അവിടെ ഒന്ന് പോയേക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ അപ്പോൾ ചിക്കൻ കറി വെക്കേണ്ട റെസിപ്പി ഒന്നും ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വളരെ എല്ലാവരും വെക്കുന്ന സെയിം റെസിപ്പി തന്നെ ആയിട്ട്, ഞാനും പ്രത്യേകിച്ച് കൂടുതലോ കുറവൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചു തരാത്തത്. ഞാൻ ചിക്കൻ പൊരിക്കുമ്പോൾ കുറച്ച് കോൺഫ്ലോർ അന്ന് വാങ്ങിയത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തിന്നപ്പോൾ അതും കുറച്ചിട്ടിട്ട് പൊരിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കോൺഫ്ലോർ ഇട്ട് പൊരിക്കുമ്പോൾ നല്ലൊരു കറുമുറാന്നിരിക്കും. പക്ഷെ അത് വെച്ചോ തണുത്താൽ കൊള്ളൂല കേട്ടോ. ചൂടോടുകൂടി തന്നെ ആക്കണം. ചേട്ടായിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കോൺഫ്ലോർ ഇട്ടാക്കുന്നത്. അപ്പം ഞാനും പിള്ളേർ മാത്രം ഉച്ചയ്ക്ക് കഴിക്കാനുള്ളല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് മാത്രമുള്ളത് ഞങ്ങളങ്ങനെ ഒന്ന് പൊരിച്ച് ആക്കി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത്, ഇപ്പുറത്ത് ഞാൻ ഓൾറെഡി സവോളെല്ലാം വഴറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി ആകുമ്പോഴേക്ക് ഈ ചിക്കനും അങ്ങ് ഇട്ട് കൊടുക്കും. പിന്നെ ഇത് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചായിരുന്നു കേട്ടോ. മറ്റു ചിക്കൻ ഏകദേശം വേകാനാവും, കറി ആകുമ്പോഴേക്ക് ഇതെടുത്തിട്ട് പൊരിച്ചാൽ മതിയല്ലോ എന്നോർത്ത്. അപ്പോഴേക്ക് ഇവിടെ 2 എണ്ണവും കൂടി ഭയങ്കര ഗുസ്തിയായിരുന്നു. ഗുസ്തി എന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട. സവോള ഏകദേശം വഴന്ന കേട്ടോ. എന്നിട്ട് മസാലപ്പൊടിയും മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല ഒക്കെ ഇട്ട് നല്ലോണം മിക്സാക്കി പച്ചമണമൊക്കെ മാറി കഴിഞ്ഞപ്പോൾ ആ ചിക്കനും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി സെറ്റാക്കി വെച്ചു കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ കറി ആയിരുന്നു. തിരക്കിട്ട് വെച്ചിട്ടാണോ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇനി ചില മസാലപ്പൊടി മാറ്റി ഉപയോഗിച്ചതുകൊണ്ടാണോന്ന് അറിയത്തില്ല. ഇപ്പം ഇന്നിട്ട് ചിക്കൻ മസാല ഞാൻ അങ്ങനെ വാങ്ങാറുള്ള മസാലയല്ല, പക്ഷെ അത് ആ മസാലയ്ക്ക് നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ആ മസാലപ്പൊടി ഇടയ്ക്കിടയ്ക്ക് വാങ്ങിയൊന്ന് നോക്കണം. എന്തായാലും നല്ല ചിക്കനായിരുന്നു. പിള്ളേർക്കായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കായാലും ചില സമയം ചില മസാലപ്പൊടി ഇട്ടാൽ എന്നാൽ ചിക്കൻ മസാല ഇട്ടാൽ വലിയ വേറെ ഓരോരോ രുചി കേട്ടോ. ഓരോ ചിക്കൻ മസാലയ്ക്ക് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ചിക്കൻ മസാല നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലോണം മിക്സാക്കി ശകലം വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തങ്ങ് നല്ലോണം അങ്ങ് വേവിച്ചെടുത്ത്. ഞാൻ കുക്കറിലൊന്നും വേവിക്കാൻ നിന്നില്ല, കാരണം ഇനിയിപ്പോൾ ഒത്തിരി വേവിച്ച് ഇതാക്കണ്ടല്ലോ,
പിന്നെ സമയം ഉണ്ടായിരുന്നു. വേഗം ചിക്കനൊക്കെ വേവിച്ച് ഞാനും പിള്ളേരും എല്ലാം ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ഒരുങ്ങി പോകും കേട്ടോ. രണ്ടും കൂടെ ഒരേപോലത്തെ ഷർട്ടൊക്കെ ഇട്ട് ഭയങ്കര സന്തോഷം. രണ്ടിനും എത്ര പുറകെ നടക്കുമായിരുന്നു ഇങ്ങോട്ടും. പോണ്ടേ അമ്മേന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോവാം. നേരത്തെ നിങ്ങൾ സമ്മതിക്കില്ല. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ഭക്ഷണവും കഴിച്ച് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോറിക്ഷ വരും. സ്റ്റാൻഡ് വരെ ഓട്ടോറിക്ഷയ്ക്ക് പോയിട്ട് അവിടുന്ന് ഞങ്ങൾ ബസ്സിന് കയറി പയ്യന്നൂർ പോകും. അങ്ങനെയായിട്ട് ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ പയ്യന്നൂർ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് പഴയ സ്റ്റാൻഡിൽ ഇറങ്ങും. അവിടുന്ന് ഓട്ടോ വിളിച്ചാൽ നമുക്ക് നേരെ പയ്യന്നൂർ മാളിന് മുമ്പിൽ ചെന്ന് ഇറങ്ങാം. പ്രത്യേകിച്ചൊന്നുമില്ല, പറയും ഇറങ്ങി നടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. മാളിലെത്തിയാൽ പിന്നെ അവിടെ എല്ലാം ഫുഡാണെങ്കിലും കളിക്കേണ്ട സംഭവങ്ങളാണെങ്കിലും ഇനി എന്തെങ്കിലും വാങ്ങണമെങ്കിലൊക്കെ എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നെന്താ അതിലൂടെ മാളിൻ്റെ പണി നടക്കുമായിരുന്നു. ഏറ്റവും മേളിലെ ഫുഡ് കോർട്ടൊക്കെ ക്ലോസ് ആയിരുന്നു. കുറേ ഷോപ്പുകളും ഒക്കെ ഫുൾ അഴിച്ചു പണികളായിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെ ഭയങ്കരമായ എപ്പോഴത്തെ പോലെ ഒരു വൈബൊന്നും മാളിലില്ലായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. ചെന്ന് കയറുമ്പോഴേ ഈ വണ്ടി കണ്ടു. ജുവാൻ കയറിയില്ല, ജോഷി കയറിയിരുന്നൊക്കെ ഓടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മേളിൽ ഗെയിമിംഗ് സെക്ഷൻ്റെ അവിടെ പോയിട്ടോ. അവിടെ ആണെങ്കിലും കുറേ ടോയ്സൊന്നും കളിയോ എന്താ പറഞ്ഞാൽ പ്രവർത്തിക്കുന്നൊന്നുമില്ലായിരുന്നു. അതുമല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഒരു 500 രൂപയ്ക്ക് കോയിൻ എടുക്കുന്നത്. ഞാൻ ആകെ 300 രൂപയ്ക്ക് എന്താ പറയുക 200 രൂപയ്ക്ക് ഞാൻ എടുത്തുള്ളൂ. 200 രൂപയ്ക്ക് 9 കോയിൻ കിട്ടി. അതുകൊണ്ട് കളിക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. രണ്ടും കൂടി നോക്കിയേ. അപ്പോൾ ജോഷുവായിക്ക് അവിടെ എന്താ GTR 5 അങ്ങനത്തെ എന്തോ ഗെയിം എന്തോ അതോ കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അതവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം ഓൾറെഡി അത് കളിക്കാൻ വേണ്ടി ഭയങ്കര ക്യൂ ആയിരുന്നു ആൾക്കാർ, പിള്ളേരുടെ ഇത്. അതുകൊണ്ട് അതവന് കുറച്ച് സങ്കടമുണ്ട്, അത് കളിക്കാൻ പറ്റിയില്ലോ എന്ന് ഓർത്തിട്ട്. GTR 5 അങ്ങനത്തെ അവൻ പറഞ്ഞു. ഇവിടെ വേറൊരാൾ വന്നിട്ടുണ്ടേ പറയാൻ വേണ്ടി. പറ. ജുവാന് സ്ട്രോബെറിയുടെ ഐസ്ക്രീം, എനിക്ക് മറ്റേ ഇതിൻ്റെ ഞാൻ സീതാപ്പഴത്തിൻ്റെ ഐസ്ക്രീം ആയിരുന്നു കേട്ടോ കഴിച്ചത്. ജുവാൻ കൂട്ടം പറ. സൂപ്പർ ആയിരുന്നോ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതായിരുന്നു മോന്? അതെയോ? നല്ല അടിപൊളി ബർഗറായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ബർഗറും അതുപോലെ തന്നെ പോപ്പ് ചിക്കനും ഒക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ച് എന്താ പറയുക വീട്ടിലേക്ക് സ്റ്റാൻഡിലേക്ക് വന്നിട്ട് അവിടുന്ന് ബസ്സൊക്കെ കയറി തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. രാത്രി ആയിട്ടോ വീട്ടിലെത്തിയപ്പം 7:45 ഒക്കെ കഴിഞ്ഞായിരുന്നു. ജോഷുവൻ പുറത്തെ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. അപ്പോൾ ഓക്കേ.